നിങ്ങളെന്ന വ്യക്തിയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയാണ് കാലം ഓർത്തിരിക്കുക. നാദം 22 കാലം മായ്ക്കാത്ത നോപുര ധ്വനി. നാദം 22 കാലം മായ്ക്കാത്ത നോപുര ധ്വനി. ഹിസ്റ്ററി ചരിത്രം തൊഴി പാർട്ട് 2 ഭാഗം 2 28 ഏപ്രിൽ 2022. ജൈനിസം. ലൈഫ് ഓഫ് വർദ്ധമാന മഹാവീര 539 to 467 BC. Vardhamana Mahavira was the 24th Tirthakara of the Jain tradition. He was born at Kondagrama near Vaishali to Kshatriya parents Siddhartha and Trishala. He married Yashoda and gave birth to the daughter. At the age of 30 years, he became the ascetic and wandered for the 12 years. In the 13th year of his presence, he attained the highest spiritual knowledge called the Kevala Jnana. Therefore, thereafter he was called Mahavira and Jina. His followers were called Jains and the religion Jainism. He reached his doctrines of 30 years and died at the age of 72 at the Pava near Rajgriha. നമ്മൾ നോക്കുന്നത് ജൈനിസമാണ്. 539 തൊട്ട് 467 BC വരെയാണ് ജൈനിസം മുന്നോട്ട് വെച്ച ആശയം, ജൈനിസം എന്ന ആശയം മുന്നോട്ട് വെച്ച വർദ്ധമാന മഹാവീരയുടെ ഒരു കാലഘട്ടം. ജൈനിസത്തെ 24ാമത് തൃത്തകയിലാണ് ജൈൻ്റെ ട്രഡീഷന്റെ കാര്യം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ക്ഷത്രിയ പേരൻസ്, ക്ഷത്രിയ വംശത്തിലുള്ളവരായിരുന്നു, സിദ്ധാർത്ഥയും ത്രിശാലയും. അദ്ദേഹം യശോദ എന്ന ഒരു യുവതിയെ വിവാഹം കഴിക്കുകയും ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്പിരിച്വൽ നോളജ് അല്ലെങ്കിൽ കേവലജ്ഞാന എന്ന് പറയുന്ന ഒരു സ്പിരിച്വലിലേക്ക് കടന്നു. പിന്നീട് അദ്ദേഹം ജൈനിസം എന്നൊരു വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് 30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയും 72 വയസ്സ് പൂർത്തിയായി രാജഗൃഹ പാവ എന്ന സ്ഥലത്ത് അദ്ദേഹം മരണമടയുകയും ചെയ്തു. Teaching of Jain Mahavira. The 3 principles of Jainism, also known as Tirtharas or 3 gems, are right faith, belief in teaching and the wisdom of the Mahavira. Right knowledge, acceptance of the theory that there is a God, no God good, and that the world has been existing without the creator, and that all the objects possess a soul. Right conduct, observance of the 5 doctrines, not to injure life, not to lie, not to steal, not to acquire property, not to lead an immoral life. അപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിളായിരുന്നു ജൈനിസത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. റൈറ്റ് ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് വിസ്ഡം. ഇതാണ് 3ആയിട്ട് തരംതിരിച്ചത്. അതിന് റൈറ്റ് നോളജിൻ്റെ ഇത് അദ്ദേഹം കൃത്യമായിട്ടും പറഞ്ഞത് ദൈവം എന്നൊരു കൺസെപ്റ്റ് ഇല്ല, പക്ഷേ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു ആത്മാവുണ്ട് എന്നായിരുന്നു അദ്ദേഹം ജൈനിസത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രതിപാദിച്ചു കൊടുത്തത്. രണ്ടാമത്തെ റൈറ്റ് കണ്ടക്ട്, അതായത് ഇൻജർ ലൈഫ്, ലൈ, സ്റ്റീൽ, അക്വയർ പ്രോപ്പർട്ടി, ലീഡ് ടു ഇമ്മോറൽ ലൈഫ്, ഇതൊന്നും പാടില്ല. ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള വർത്തമാന മഹാവീരയുടെ ടീച്ചിങ് ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ്. റൈറ്റ് ഫെയ്ത്ത്, ബിലീഫ്, വിസ്ഡം. Division of Jainism. By the end of the 4th century BC, there was a serious famine in the Ganga's valley. Many Jains monks led by the Bandrugu and Chandragupta Maurya came to the Sravalabangara in Karnataka. Those who stayed back in North India were led by the monk named
Srivola Babu, who changed the code of conduct for the monk. This led to the division of Jainism into two sects, white-clad by Sribalu and Dingbabaras, sky-clad or naked or Bhadrababu. അപ്പം ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ജൈനസത്തിൽ പലതരത്തിലുള്ള ഡിവിഷൻ അദ്ദേഹം എടുത്തിരുന്നു. പക്ഷെ എല്ലാവരെയും കൃത്യമായിട്ടും രണ്ട് സെക്റ്റായിട്ട്, വൈറ്റ് ക്ലാൻറ്റും സ്കൈക്ലാൻറ്റുമായിട്ട് രണ്ട് തരത്തിലായിരുന്നു ഈ ഡിവിഷൻ ഉണ്ടായിരുന്നത്. രണ്ട് സെക്റ്റ് ആയിട്ടായിരുന്നു ഈ റിലീജിയസിനെ ആളുകളെ തരംതിരിച്ചിരുന്നത്. ജൈൻ കൗൺസിൽ. First Jain Council held at the Padaliputra in 3rd century BC and was presided by the Srivula Badru. Second Jain Council held at the Vaillavi in 512 BC and was presided by the Devadri Shamadravana. Final completion of 12 Angas and 12 Upangas. അപ്പം ജൈൻ കൗൺസിൽ രണ്ടെണ്ണം. അതിൽ ഒന്നാമത്തെ പാടലിപുത്ര 3 സെഞ്ചുറി ബി സിയിലും, സെക്കൻഡ് ജൈൻ കൗൺസിൽ വല്ലഭ 512 ബി സിയിലുമാണ് നടന്നത്. നെക്സ്റ്റ്, ബുദ്ധിസം. ലൈഫ് ഓഫ് ഗൗതമ ബുദ്ധ 567 to 487 BC. Gautama or Siddhartha, the founder of Buddhism, was born in 567 BC, Lumbini Garden near Kapilavastu. His father was Sudanandana of Sakya clan and the mother Maya Devi. As his mother died in the childbirth, he was brought up by his aunt Prajapati Gautami. At the age of 16, he married Yashodhara and gave birth to son Rahula. അടുത്തത് ബുദ്ധിസമാണ്. ബുദ്ധിസം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഗൗതമ ബുദ്ധയാണ്. 567 മുതൽ 487 വരെ ബി സി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. അത് 567 ലുംബിനി അല്ലെങ്കിൽ കപിലവസ്തു എന്ന സ്ഥലത്ത് ലുംബിനി ഗാർഡനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഫാദർ അല്ലെങ്കിൽ അച്ഛന്റെ പേര് സുധാനന്ദ, അമ്മയുടെ പേര് മായാദേവി എന്നായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയിട്ട് അദ്ദേഹത്തിനെ വളർത്തിയത് അദ്ദേഹത്തിന്റെ ആന്റി ആയിരുന്നു. പ്രജാപതി ഗൗതമിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം യശോധര എന്ന് പറയുന്ന ഒരു രാജ്ഞിയെ വിവാഹം കഴിക്കുകയും രാഹുല എന്നൊരു മകന് ജന്മം നൽകുകയും ചെയ്തു. ടീച്ചിങ് ഓഫ് ബുദ്ധ. Four noble truths. The world is so full of suffering. The cause of the suffering is desire. If desire or got rid of, suffering can be removed. This can be done by the following the enfold path. അപ്പം പ്രധാനമായിട്ടുള്ള 4 നോബൽ ട്രൂത്ത് വെച്ചിട്ടാണ് ഗൗതമ ബുദ്ധ ബുദ്ധിസം എന്ന വലിയൊരു പ്രസ്ഥാനത്തെ നയിച്ചത്. ഫസ്റ്റ് വൺ, ദ വേൾഡ് is full of suffering. Second one, suffering is a desire. Third one, suffering can be removed. Fourth one, this can be done by the following the eightfold path. സഫറിങ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാം എന്നൊരു ആശയമാണ് ഇതിൽ നിന്നും എല്ലാം വരുന്നത്. ഇതായിരുന്നു ഈ ബുദ്ധയുടെ പ്രധാനമായിട്ടുള്ള ടീച്ചിങ്. 8-fold path എന്ന് പറഞ്ഞാൽ റൈറ്റ് വ്യൂ, റൈറ്റ് റിസോൾവ്, റൈറ്റ് കണ്ടക്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് എഫേർട്ട്, റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് സ്പീച്ച്. ഇതാണ് 8 വഴികൾ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു കാര്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആ ഒരു ട്രൂത്താണ് ബുദ്ധിസത്തിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക് പ്രതിപാദിച്ചത്.
റൈറ്റ് വ്യൂ നല്ല കാഴ്ച, റൈറ്റ് റിസോൾവ് നല്ല ഒരു അപഗ്രഥത്തിലൂടെ ആ കാര്യം ത്തിൽ ഒരു ഉപസംഹാരം കൊണ്ടുവരിക, റൈറ്റ് കണ്ടന്റ്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് എഫേർട്ട്, റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് സ്പീച്ച്. ഈ 8 കാര്യങ്ങളാണ് പ്ലസ് സഫറിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നത്. ബുദ്ധിസ്റ്റ് കൗൺസിൽ. First Buddhist council was held at the Rajagriha under the chairmanship of the Mahashiva immediately after the death of Buddha. Its purpose was to maintain the purity of the teaching of the Buddha. Second Buddhist council was convened at Vaishali around 383 BC. Third Buddhist council held at Paliliputra under the patronage of Ashoka. Mongoliputu Tishu presided over it. The final version of the Triprakatas was completed in this council. Fourth Buddhist council conveyed the Kashmir by the Kanishka under the chairmanship of the Vasumitra. Abangoshu participated in this council. The new school of Buddhism called Mahayana Buddhism came into existence during this council. അപ്പം ബുദ്ധിസ്റ്റ് കൗൺസിലിൽ 1, 2, 3, 4 ഒന്നാമത്തെ നടന്നത് രാജഗൃഹയില്, രണ്ടാമത്തെ നടന്നത് വൈശാലിയില്, മൂന്നാമത്തെ നടന്നത് പാടലിപുത്ര, നാലാമത്തെ നടന്നത് കനിഷ്ക അല്ലെങ്കിൽ കാശ്മീരിന്റെ സ്ഥലത്ത്. അപ്പൊ ഇത് പ്രധാനമാണ് പരീക്ഷയ്ക്ക്. ചിലപ്പം ക്രോണോളജിക്കൽ ഓർഡർ പറയും. ഫസ്റ്റ് വൺ രാജഗൃഹ്, സെക്കൻഡ് വൺ വൈശാലി, തേർഡ് വൺ പാടലിപുത്ര, ഫോർത്ത് വൺ കാശ്മീർ ബൈ കനിഷ്ക. Magadha emerged as the most powerful and prosperous capital, Rajagriha. It became the nerve center of the political activity in the northern India. Geographical and strategic advantages which made her to rise in the imperial greatness. Her strategic position in between the upper and lower part of the Gangatic Valley, it held fertile soil, neutral asset, the iron ore in his region Rajagir, and the copper and iron deposit near Gaya. Wealth distribution. Her location at the center of the highway was straight. During the regime of the Bimbisara and Ajatasattu, the prosperity of Magadha reached its zenith. Magadha എന്ന് പറയുന്നാൽ പ്രധാനമായിട്ടും എല്ലാ ഒരു രാജഭരണത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റുന്നു. ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും മറ്റു എല്ലാ ഒരു രാജഭരണത്തെ പ്രധാനമായിട്ടുള്ള കേന്ദ്രമായിരുന്നു മഗധ. കാരണം വളരെയധികം പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും പ്രധാനമായിട്ടും നടന്നത് മഗധ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. മഗധയുടെ ക്യാപിറ്റലാണ് രാജ്ഗൃഹ. Vatsa, situated on the bank of the river Yamuna. Capital was Kaushambi near modern Allahabad. Most popular rural Udayana. Strengthened his position by entering the matrimonial alliance with the Avanti, Angha and Magadha. After her death, Vasa was annexed to the Avanti kingdom. വാസ എന്ന് പറയുന്ന സ്ഥലം അതിന് യമുന നദിയുടെ തീരത്താണ്. അതിൻ്റെ ബാങ്കാണ് വാസ എന്ന സ്ഥലം. ഇതിൻ്റെ ക്യാപിറ്റല് കൗസംബി ആയിരുന്നു. ഇപ്പോഴത്തെ അലഹബാദ് ആണ് കൗസംബിയായിട്ടും നേരത്തെ ഉണ്ടായിരുന്നത്. ഉദായന ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു റൂളർ. അദ്ദേഹം സ്ട്രെങ്തൻ മാട്രിമോണിയൽ അലയൻസ് കൂടുതലായിരുന്നു. അവന്തി, ആങ്ക, മഗധ എന്നീ പ്രദേശങ്ങളിൽ മാട്രിമോണിയൽ അലയൻസ് അദ്ദേഹം ഈ സ്ഥലത്ത് കൂടുതലായിട്ട് വന്നിരുന്നു. വാസ്ത പിന്നീട് അവന്തി കിങ്ഡം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവന്തി, ദി ക്യാപിറ്റൽ വാസ് ഉജ്ജയിൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ
Pradyot. He became powerful by the marrying Vasavadatta, daughter of Udayana. He patronized Buddhism. The successors of the Pradyotha were weak, and later this kingdom was taken over by the ruler of Magadha. അപ്പോൾ അടുത്തൊരു സ്ഥലമാണ് അവന്തി. അവന്തി എന്ന് പറഞ്ഞാൽ ഉജ്ജയിൻ്റെ ക്യാപിറ്റൽ. ഉജ്ജയിനാണ് ക്യാപിറ്റൽ ഓഫ് ഉജ്ജയിൻ. ക്യാപിറ്റൽ വാസ് ഉജ്ജയിൻ. അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിനാണ്. റൂളർ പ്രദ്യോത് വാസവദത്തയുടെ മകനെ ഡോട്ടർ ഉദായനെ വിവാഹം ചെയ്തത്. അതുപോലെ ബുദ്ധിസമായിരുന്നു പ്രധാനമായിട്ടും അവന്തിയിലുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ഒരു റിലീജിയസ്. നെക്സ്റ്റ് കോസല. ക്യാപിറ്റൽ വാസ് അയോധ്യ. ഫേമസ് റൂളർ കിങ് പ്രശാന്തി. His position was further strengthened by the matrimonial alliance with Magadha. His sister was married to Bimbisara and Kashi was given to her as dowry. After the death of this powerful king, Kosala became the part of the Magadha. കോസല എന്ന് പറഞ്ഞാൽ മഗധയുടെ ഒരു പാർട്ടായിട്ട് പിന്നീട് മാറിയിരുന്നു. കോസലയുടെ ക്യാപിറ്റൽ വന്നത് അയോധ്യയാണ്. ഫേമസ് ആയിട്ടൊരു റൂളർ പ്രസിന്ധിയാണ്. അതുപോലെ തന്നെ മഗധയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മാട്രിമോണിയൽ അലയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ ബിംബിസാര വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ റൂളറിൻ്റെ മരണശേഷം കോസല മഗധയുടെ പാർട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. ബിംബിസാര 546 to 494 BC belonged to the Haryanka dynasty. Matrimonial alliance which he considered his possession. First was the ruler of the family of Kosala. He married Kosala Devi, sister of the Prasandri. He was given the Kashi region as dowry which yielded large revenue. Second married Chalana, a princess of the Lichvi family of Vaishali. This matrimonial alliance secured for him the safety of the northern frontier and facilitated to expansion of the Magadha northward to the borders of Nepal. Third, he also married Shema, the royal house of the Madras in the central Punjab. അപ്പം ബിംബിസാര 546 മുതൽ 494 BC വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം ഹര്യങ്ക ഡിനാസ്റ്റിയിൽ നിന്നൊരു റൂളറായിരുന്നു. 3 സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹം മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു. കോസലയും ലുൻചിവിയും മദ്രാസും. അങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശം വേണേൽ അങ്ങനെ വിവാഹത്തിലൂടെ അദ്ദേഹം പിടിച്ചെടുക്കുകയും ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥലങ്ങൾ കീഴടക്കുകയും അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങൾ അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരുപാട് റവന്യൂയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ വിവാഹത്തിൽ നിന്ന് വൈശാലി കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മഗധ നോർത്ത് വേർഡ് ടു ബോർഡർ നേപ്പാൾ വരെ അദ്ദേഹം കൃത്യമായിട്ടും പിടിച്ചടക്കിയിരുന്നു. അജാത ശത്രു 494 to 462 BC, a remarkable regime for his military conquest. Great successor, he fought against Kosala and Vaishali and won the great success against a formidable confederacy led by the Lunjivis of Vaishali. This had increased his power and prestige. This war lasted for about 16 years. Ajatasattu realized the strategic importance of the Patali Grama. He fortified it to serve as a convenient base of the operation against Vaishali. Buddhist and James both claimed that Ajatasattu was a follower of their religion. According to
Mahavamsa, he constructed several chaityas and viharas. He convened the first Buddhist council at Rajgiri soon after the death of Buddha. അജാതശത്രുവിൻ്റെ കാലഘട്ടം 494 മുതൽ 462 വരെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹം പിടിച്ചടക്കാൻ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശത്രുക്കളെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു പല പ്രദേശങ്ങൾ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അജാതശത്രുവിന്. അദ്ദേഹം ഒരു മിലിറ്ററി കോൺക്രീറ്റാണ് മറ്റ് പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈശാലി അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റും ജൈനിസവും അദ്ദേഹം പ്രധാനമായിട്ടും രണ്ടും ഫോളോ ചെയ്തു. കാരണം രണ്ടും ഫോളോ ചെയ്യുന്നതിലൂടെ രണ്ട് റിലീജിയനുള്ള ആൾക്കാരെ ഇദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാക്കാൻ സാധിക്കും എന്നൊരു പ്രത്യേകമായിട്ടൊരു ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം രണ്ട് റിലീജിയനും അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കഴിഞ്ഞ് രാജഗൃഹം നടന്നു കഴിഞ്ഞ് അത് ബുദ്ധയുടെ ഡെത്ത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അദ്ദേഹമാണ് അത് കൺവേ ചെയ്തത്. പേർഷ്യൻ ഇൻവേഷൻ സൈറസ് 558 to 530 BC. Cyrus the Great was the greatest conqueror of the Achaemenid Empire. He was the first conqueror who led the expedition and entered into India. He captured the Gangara region. All Indian tribes towards the Indus River submitted to him and paid tribute. അപ്പം മറ്റ് വെളിരാജ്യത്തു നിന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ഇൻവേഡറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. സൈറസ് ദ ഗ്രേറ്റസ്റ്റ് കോൺക്വയർ ആയിരുന്നു. അച്ചമേഡ് എംപയറിൻ്റെ ഒരു ഗ്രേറ്റ് ലീഡറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഗാന്ധാര റീജിയൻ ക്യാപ്ചർഡ് ആക്കി വന്നപ്പോൾ തന്നെ. അങ്ങനെ ഇൻഡസ് വാലി റിവർ അങ്ങനെ പല സ്ഥലങ്ങളും അദ്ദേഹം പിന്നീട് കീഴടക്കാൻ തുടങ്ങി. Darius first 522 to 486, grandson of the Cyrus, conquered the Indus Valley in the 518 BC and annexed the Punjab and Sindh. This region became the 20th satrapy of his empire. It was the most fertile and populous province of the empire. He also sent a naval expedition under the Skylas to explore the Indus. ഡെർസ്യൂസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 522 തൊട്ട് 486 BC വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സൈറസിൻ്റെ ഗ്രാൻഡ്സണാണ് ദരിയൂസ് ഫസ്റ്റ്. അദ്ദേഹം ഇൻഡസ് വാലി പിടിച്ചടക്കുകയും പിന്നീട് പഞ്ചാബ് സിന്ധ് 518 കീഴടക്കുകയും ചെയ്തു. അദ്ദേഹം മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു സ്ഥലങ്ങൾ കീഴടക്കുന്ന കൂട്ടത്തിന് അദ്ദേഹം അവിടെ ആ സ്ഥലങ്ങൾ കൃത്യമായിട്ടും ഒരു ഫെർട്ടൈൽ ലാൻഡായിട്ട് അദ്ദേഹം മാറ്റിയിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അലക്സാണ്ടർ ഇൻവേഷൻ ഓഫ് ഇന്ത്യ 327 to 325 BC. Political condition on the Eva Alexander invasion. Alexander and Macedonia invaded India after 2 centuries of the Persian invasion. Kingdom leading kings on the eve of his invasion, northwestern India remains disputed. Ambi of Taxila, the ruler of the Abhisara and Porus, who ruled the region between the rivers of Jhelum and Chenab. There was many republican state like Nasia. അലക്സാണ്ടർ 327 മുതൽ 325 BC വരെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളും പിന്നീട് പിടിച്ചടക്കി. അമ്പി ഓഫ് ടാക്സിലയും അങ്ങനെ പല സ്ഥലങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളും അദ്ദേഹം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പോറസുമായിട്ട് ബന്ധപ്പെട്ട് ജലം ചെനാബ് നദികളുടെ തീരത്തും മറ്റ് പ്രദേശങ്ങളും
കീഴടക്കുകയും അത് അധിപനായിട്ട് വസിക്കുകയും ചെയ്തിട്ടുണ്ട്. കൗടില്യ അർത്ഥശാസ്ത്ര, റിട്ടൺ ബൈ കൗടില്യ, a contemporary of the Chandragupta Maurya, most important literary source for the history of the Maurya. Kaudilya was also called Hinton Machveli. The manuscript of the Ardhashastra was first discovered by the R. Sharma Shastri in 1904. The Ardhashastra is divided into three parts. The first deals with the king and the council and the department of the government. Second, with civil and criminal laws. Third one, the diplomacy and war. അപ്പം കൗടില്യ അർത്ഥശാസ്ത്രം വന്നത് 1904 ഇത് ഡിസ്കവർ ചെയ്തത്. കൗടില്യ അർത്ഥശാസ്ത്രം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേതിൽ കിങ്ങിൻ്റെയും കൗൺസിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റിനെ കൃത്യമായിട്ട് കാര്യം പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ സിവിൽ ആൻഡ് ക്രിമിനൽ ലോയിലും, മൂന്നാമത്തെ സെക്ഷനിൽ ഡിപ്ലോമസി ആൻഡ് വാറിനെ പറ്റിയും കൃത്യമായിട്ടാണ് അർത്ഥശാസ്ത്രം 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാസകദത്ത മുദ്രരക്ഷത, written by Vasakadatta, is a drama in Sanskrit which describes how Chandragupta, with the assistance of Kaudilya, overthrew the Nandas. It was give the picture of the socio-economic condition under the Mauryas. വാസകദത്ത മുദ്രരക്ഷസ എന്ന് പറഞ്ഞ റിട്ടൺ ഡ്രാമയിൽ സംസ്കൃതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് ചന്ദ്രഗുപ്തനും കൗടില്യയും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഈ ഒരു ഡ്രാമയിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്നത്. സോഷ്യോ എക്കണോമിക് കണ്ടീഷനും ഇതിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്നു. മെഗസ്തനീസ് ഇന്ത്യക്ക, he was a great ambassador in the court of Chandragupta Maurya. His book gave detail about the Mauryan administration, particularly the administration of the capital city Padaliputra and also the military organization, picture on the contemporary social life. മെഗസ്തനീസ് ഇന്ത്യയിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്നത് ഗ്രീക്ക് അംബാസഡർ ആയിട്ടുള്ള മെഗസ്തനീസിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യയിലെ കോർട്ടിനെ പറ്റി കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ, പാടലിപുത്ര ക്യാപിറ്റൽ സിറ്റി പാടലിപുത്രയെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, മിലിറ്ററി ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ആ സമയത്തുള്ള സോഷ്യൽ ലൈഫിൽ കണ്ടംപററി സോഷ്യൽ ലൈഫിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മെഗസ്തനീസ് ഇന്ത്യയിൽ കൃത്യമായിട്ടും ഗ്രീക്ക് അംബാസഡർ കൃത്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യ 322 to 298 BC, founder of Mauryan Empire. He captured Padaliputra from the last ruler of the Nanda dynasty, Dhanananda, with the help of the Kaudilya, also known as the Chanakya or Vishnugupta. After the family established his power in the Gangatip Valley, he marched to the northwest and subdued the territories up to the Indus. Then he moved to the central Indus, India, and occupied the region north of the Narmada River. He also gave his daughter in marriage to the Mauryan prince. Megasthenes was sent to the Mauryan court as a great Greek ambassador. Chandragupta embraced Jainism towards the end of his life. Then he went to the Sravanabangala near Mysore along with the other Jains monks led by the Bhadrabanga and strived himself to the death. ചന്ദ്രഗുപ്ത മൗര്യ 322 മുതൽ 298 BC വരെ ജീവിച്ചിരുന്നു. അദ്ദേഹമാണ് മൗര്യൻ എംപയർ എന്ന് പറഞ്ഞ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടറായിട്ട് വന്നിരുന്നത്. പാടലിപുത്ര അദ്ദേഹം ക്യാപ്ചർ ചെയ്തു നന്ദ ഡൈനാസ്റ്റിയിൽ നിന്ന്. ധനാനന്ദയിൽ നിന്ന് കൗടില്യ വഴി സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെ ചാണക്യയിൽ നിന്ന് കൗടില്യ മറ്റൊരു പേരാണ് ചാണക്യ, അല്ലെങ്കിൽ ധനാനന്ദയിൽ നിന്ന് സഹായം ചോദിക്കാൻ പുറപ്പെട്ട ഒരു വ്യക്തിയാണ് കൗടില്യ. അത് മൗര്യൻ്റെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹായിയായിരുന്നു ചാണക്യ അല്ലെങ്കിൽ കൗടില്യ. അങ്ങനെ അദ്ദേഹം ആ പ്രദേശം മുഴുവൻ കീഴടക്കുകയും അദ്ദേഹം ജൈനിസമാണ് പ്രധാനമായിട്ടും
ഒരു സ്വീകരിച്ചിരുന്ന ഒരു റിലീജിയസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ജൈനിസമായിരുന്നു അദ്ദേഹം കൃത്യമായിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബിംബിസാര 298 to 273 BC. Bimbisara was called the greatest Amitraganta, meaning slayer of the enemies. He is said the conquered the Deccan of the Mysore. The Sangam Tamil literature confirmed the Mauryan invasion of the far south. Bimbisara received Damascus as ambassador from the Syrian king Antiochus I. He supported the Ajivikas and the religious sect. Bindusara appointed his son Ashoka as a governor of Ujjain. ബിന്ദുസാര 298 മുതൽ 273 BC വരെ അദ്ദേഹത്തിൻ്റെ കാലയളവ്. അദ്ദേഹം ഗ്രീക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു റൂളറായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. സംഘം തമിഴ് ലിറ്ററേച്ചറിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം കൃത്യമായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് അശോക. ഉജ്ജയിനിലെ ഗവർണറായിട്ട് അദ്ദേഹം നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ, സെൻട്രൽ ഗവൺമെൻറ്. ദി ascendancy of the Mauryan had resulted in the triumph of the monarchy in India. Kaudilya supported the monarchical form of the government. He did not stand for the royal absolutism. He advocated for the council of ministers called Mandri Parishad to assist the king in the administrative matters. It consists of the Purohit, Mahamandri, Senapati and Yuvaraja, Amartya's civil servant, to look after the day-to-day administration. Ashoka appointed Dhamma Mahamantras to the supervised the spread of Dhamma. Thus the Maurya's state had a well-organized civil service. Mauryan administration കൃത്യമായിട്ടും കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടൊരു സ്ട്രക്ചറായിട്ടുള്ള കാര്യം കൊണ്ടുവന്നിരുന്നു. പുരോഹിത്, മഹാമന്ത്രി, സേനാപതി, യുവരാജ എന്ന രീതിയിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സിവിൽ സർവൻറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടും ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സിവിൽ സർവൻറ്റിനെ കൃത്യമായിട്ടും കൊണ്ടുവന്നിരുന്നു. Revenue Department, Samhatra, chief of the Revenue Department, was in the charge of the collection of all revenue of the empire sources. The revenue came from land, furry tax, forest, mines and postage, license fee from the craftsman and fine collected to the law courts. The land revenue was normally fixed at the 1/6 of the produce. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ കൃത്യമായിട്ടും സംഹാത്രയായിരുന്നു. ചീഫ് ഓഫ് ദി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു സംഹാത്ര. അദ്ദേഹം റവന്യൂയുടെ അല്ലെങ്കിൽ എംപയർ റവന്യൂ കളക്ഷൻ കൃത്യമായിട്ട് കൊണ്ടുവരുന്നു. റവന്യൂ കളക്ഷൻ കിട്ടിയിരുന്നത് ലാൻഡ്, ഫെറി ടാക്സ്, ഫോറസ്റ്റ്, മൈൻസ്, പോസ്റ്റേഴ്സ്, ലൈസൻസ് ഫീ, ക്രാഫ്റ്റ്മാൻ, ഫൈൻ കളക്ടഡ് ദി ലോ കോർട്ട്. 1/6 of the produce. Fixed as the 1/6 of the, അതായത് 1/6 ആയിരുന്നു കൃത്യമായിട്ടും ലാൻഡ് റവന്യൂ ആയിട്ട് മേടിച്ചിരുന്നത്. ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടും എല്ലാ വർഷങ്ങളും ചോദിക്കുന്ന കാര്യമാണ്. റവന്യൂ ഈ 1/6 മാറ്റി 1/4, 1/3 അല്ലെങ്കിൽ 1/2, 1/4, 1/6 ഇത് മാറ്റി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഓർത്തിരുന്നോണം. മൗര്യൻ എംപയറിലെ ടാക്സ്, ലാൻഡ് റവന്യൂ ടാക്സ് കിട്ടിയിരുന്നത് 1/6 ആയിരുന്നു. Army was organized and it was under the control Senapati. The salaries were paid in cash. Kaudilya refers to the salary of the different rank of the military officers. According to the Greek author Pliny, the Mauryan army consisted of 6 lakh infantry,
30,000 cavalry, 9,000 elephant, and 8,000 chariots. There was a navy and transport and supply wings. Each wing was under the control of the Adhyaksha or the superintendent. Megasthenes mentioned 6 board of the 5 members each the control in the 6th wing of the military. ആർമിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു കൺട്രോളിന് സേനാപതിയെ നിയമിച്ചിരുന്നു. സേനാപതിയുടെ കീഴിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാലറി ക്യാഷ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗ്രീക്ക് ദ പ്ലനി പറയുന്നത് മൗര്യൻ ആർമിയിൽ കൃത്യമായിട്ടുള്ള 6 lakh ഇൻഫൻട്രി ഉണ്ടായിരുന്നു, 30,000 കാൽവരി ഉണ്ടായിരുന്നു, 9,000 എലഫന്റ് ഉണ്ടായിരുന്നു, 8,000 ചാരിയോട്സ് ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ നേവി ട്രാൻസ്പോർട്ട് സപ്ലൈ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മൗര്യൻ്റെ ആർമി ഒരു വിങ് ഉണ്ടായിരുന്നത്. സെൻസസ്. The taking of census was regular during the Mauryan period. The village official were to number the people along with other detail like their caste and occupation. They were also the count of the animal in each house. The census in the town was taken by the municipal officer to track the movement of the population, both of foreign and indigenous. Spices across checked the data collected. The census appears to the permanent institution in the Mauryan administration. അപ്പം മൗര്യൻ്റെ അഡ്മിനിസ്ട്രേഷൻ തൊട്ടേ സെൻസസ് ഉണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് അന്നത്തെ കാലത്തുള്ള സെൻസസ് വില്ലേജ് ഓഫീസേഴ്സാണ് കൃത്യമായിട്ട് നോക്കിയിരുന്നത്. അതിൽ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും കൂടാതെ പക്ഷിമൃഗങ്ങളുടെയും സെൻസസ് അന്ന് കൗണ്ട് ചെയ്തിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. Mauryan art and architecture. The monuments before the period of Ashoka were mostly made of wood and therefore perished. The use of the stone started from the time of the Ashoka. His palace and monasteries and most of his stupas have disappeared. The only remains stupa is at Sanchi. അപ്പം മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കൃത്യമായിട്ടും അശോകൻ്റെ പേരിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും റിമൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സാഞ്ചിയിലെ സ്തൂപ മാത്രം. സ്തൂപാസ്, മെജോറിറ്റി ഓഫ് ദം were destroyed during the foreign invasion. Best example is a famous Sanchi stupa with massive dimension, originally built by the bricks but later enlarged after the time of Ashoka. അപ്പം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരെണ്ണം മാത്രമുള്ള സാഞ്ചിയിലെ സ്തൂപ, അത് കൃത്യമായിട്ട് ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന അശോകന്റെ ഒരു സ്തൂപം. കുഷാൻസ്. The Kushanas were a branch of Yushi tribe whose original home was Central Asia. They first came to the Bactria, displacing the Sagas. Founder of Kushana dynasty was Kuchla, Kantaphes or the Kantaphes first. He occupied the Kabul Valley and issues coin in his name. His son Vima Kaphasis or the Kaphasis II conquered the whole of the northwestern India as far as the Mathura. He issued gold coin with high sounding title like the Lord of the whole India. He was a devotee of Lord Shiva. കുഷാൻസ് ആണ് മറ്റൊരു ഇത്. അത് യുച്ചി ട്രൈബിൻ്റെ ഒരു ബ്രാഞ്ചാണ് കുഷാൻസ്. സെൻട്രൽ ഏഷ്യയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒറിജിൻ. അവര് ഡിവോട്ടി, ശിവന്റെ ഡിവോട്ടിയാണ്, ലോർഡ് ശിവന്റെ ഡിവോട്ടി ആയിട്ടാണ് അവര് പോകുന്നത്. കനിഷ്ക 78 to 120 BC. Most important role of Kushana dynasty
He was the founder of Shaka era, which started from the 78 BC. He was not only the great conqueror but also a patron of the religion and art. അപ്പം കനിഷ്ക 78 to 120 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളറാണ് കുഷാന ഡൈനാസ്റ്റിയിലെ. അദ്ദേഹമാണ് ശാകാവിറ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഗ്രേറ്റ് കോങ്കർ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഗ്രേറ്റ് ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ആർട്ട് വർക്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കനിഷ്ക. Gandhara art. The best of the Gandhara sculptures was produced during the 1st and 2nd centuries BC. It originated during the regime of the Indo-Greek rulers. Real patron of the school of art were the Sagas and the Kushans, particularly Kanishka. Gandhara art was a blend of the Indian and Greco-Roman elements. Specimens have been found in Taxila, Peshawar and the other places in northwestern India. The relief depicts Buddha's birth, his renunciation and preachings. അപ്പം ഗാന്ധാര ആർട്സ് കൃത്യമായിട്ടും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിലാണ് വന്നിട്ടുള്ളത്. ഇൻഡോ ഗ്രീക്കാണ് ഗാന്ധാര ആർട്ടിൻ്റെ ഒരു ഒറിജിനേഷൻ പറയുക. കുശാന ഇൻസാനിലും അതുപോലെ കനിഷ്കൻ്റെ ഇറയും കൃത്യമായിട്ടും ഗാന്ധാര ആർട്സിനാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു ആർട്ട് ഫോം. മോൾഡിംഗ് ഹ്യൂമൻ ബോഡി ഇൻ ദി റിയലിസ്റ്റിക് മാനർ വിച്ച് minute attention to the physical features like muscles, moustache and curly hair, thick drapery with large and bold fold lines, rich carving, elaborate ornamentation and symbolic expansions. The main theme was a new form of Buddhism, Mahāyanism, and the evolution of emerged Buddha. The Buddhist stupas erected during this period has a Greco-Roman architectural impact with the raised height of the stupa and addition of the ornamentation to the structure of the stupa. അപ്പം ഗാന്ധാര ആർട്സിൻ്റെ ഹ്യൂമൻ ബോഡി കൃത്യമായിട്ടും കൊണ്ടുവന്നിരുന്ന ഒരു ആർട്ടാണ് ഗാന്ധാര ആർട്സ്. അതിൽ കൃത്യമായിട്ടും എങ്ങനെയാണ് ഒരു കൃത്യമായിട്ട് 3D എഫക്റ്റ് തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു മോൾഡിങ്ങിലായിരുന്നു കൃത്യമായിട്ടും ഉണ്ടാക്കിയിരുന്നത്, അതായത് ഗാന്ധാര ആർട്സിൽ. മധുര സ്കൂൾ ഓഫ് ആർട്ട്. It flourished the 1st century CE. The Buddha emerged, exhibit the spiritual feeling in his face, which was largely absent in the Gandhara arts. The Madhura school also converted out of the image of the Shiva and Vishnu along with their consort Parvati and Lakshmi. The female figures of the Yakshinis and Apsaras of the Madhura school was beautifully carved. അപ്പോൾ മധുര സ്കൂളിൽ 1st സെഞ്ചുറിയിലാണ് കൃത്യമായിട്ട് വന്നത്. അതിൽ ബുദ്ധ ഇമേജ് കൃത്യമായിട്ട് സ്പിരിച്വൽ ഫീലിംഗ് കൊണ്ടുവന്നിരുന്നു. അത് ഗാന്ധാര ആർട്സിൽ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മധുര സ്കൂളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവ വിഷ്ണു അതുപോലെ തന്നെ പാർവതി ലക്ഷ്മിയുടെ കൃത്യമായിട്ടുള്ള ആർട്സ് ഫോം കൃത്യമായിട്ട് കൊണ്ടുവരുന്നു. ഫീമെയിൽ ഫിഗർ ആയിട്ടുള്ള ലക്ഷ്മിയും അപ്സരസുകളുടെയും കൃത്യമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആർട്സ് വർക്ക് കൃത്യമായിട്ടും മധുര സ്കൂൾ ഓഫ് ആർട്സിൽ കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. The Sangam period. The Sangam age constituted an important chapter in the history of the South India. According to the Tamil legends, there existed 3 Sangam academy of Tamil poets, popularly called Muchangam. This Sangam flourished under the royal patronage of the Pandyas. The first Sangam, held at the Madhura, was attended by the god and legendary sagas, but no literary work of
this Sangam was available. The second Sangam was held at the Kabadapuram, but all the literary works had perished except Tolkapia. The third Sangam at Madura was founded by the Madho Tirumaran. It was attended by the large number of poets who produced voluminous literature, but only the few survives. അപ്പം സംഘം പീരീഡിൽ കൃത്യമായിട്ടും സൗത്ത് ഇന്ത്യയിലാണ് സംഘത്തിന്റെ ഒരു ഹിസ്റ്ററി നടക്കുന്നത്. മിക്കവാറും നമ്മുടെ തമിഴ് ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് സംഘം ഇറ കൊണ്ടുവന്നിരുന്നത്. ഫസ്റ്റ് സംഘം നടന്നത് മധുരയിലാണ്, സെക്കൻഡ് സംഘം നടന്നത് കപടപുരം, തേർഡ് നടന്നത് മധുര. അങ്ങനെയായിരുന്നു ഒരു കൊണ്ടുപോയിക്കൊണ്ടത്. അതിൻ്റെ തൊൽക്കാപ്പിയം അല്ലെങ്കിൽ ഒരു പോയിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ഒരു അക്കാദമി ഓഫ് തമിഴ് പോയിറ്റ്സ് ആണ് പ്രധാനമായിട്ടും സംഘം ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നിരുന്നത്. ചേരാസ്, they ruled over the parts of the modern Kerala. Their capital was Vanchi and their important seaport were Thondi and Murishi. The Pungalur inscription of the 1st century CE refers to 3 generations of Chera rulers. Padipurapat also provide information of the Chera kings. Perum Soru Udayan Cheran, Imaramban Nadum, Cheralandan and Cheran Sengutuvan were the famous rulers of this dynasty. Chera Sengutuvan belonged to the 2nd century CE. His younger brother, the Ilango Adigal, the author of Silapadigaram, he introduced the Puttini clutch or the worship of the Kannagi as a wife of the ideal wife of Tamil Nadu. അപ്പം ചേര എന്നത് ചേര മോഡേൺ കേരളയിലും അല്ലെങ്കിൽ കേരളം തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പല സ്ഥലങ്ങളിലും ചേര കിങ്ഡം